ഒന്ന് തിരുവനന്തപുരം സിറ്റി വരെ വന്നതാണ്. ഇനിയിപ്പോൾ ബ്ലോക്ക് ഒക്കെ താണ്ടി നാളെ വരാം. നാട്ടിലെ യാത്രാസുഖം എങ്ങനെയെന്നൊന്ന് നേരിട്ട് കാണാൻ ഞങ്ങളിതാ പപ്പനാവന്റെ മുന്നിലെ അട്ടക്കുളങ്ങരയിലേക്ക് ഒന്ന് നോക്കി. വെട്ടിമുറിച്ച കോട്ട നമ്മളെ വെട്ടിലാക്കി നിർത്തും. പിന്നെ പോവാം നമ്മുടെ വാൻഡ്രോസ് ജംഗ്ഷനിൽ, അത് സിറ്റിയുടെ ഹൃദയം. ഇവിടെ നിങ്ങളുടെ ജീവിതം വണ്ടികളുടെ ഇടയിൽ കുരുങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റിയായി റെയിൽവേ പാലത്തിന് കുരുങ്ങാൻ കൊച്ചുവേളി വരെ പോവാം. മുക്കിന് മണിക്കൂറുകൾ കുരുങ്ങി ഇഴഞ്ഞു നീങ്ങുമ്പോൾ നമ്മുടെ എംപിത പുഞ്ചിരി തൂകി കടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ചുള്ള വിശാല വീക്ഷണത്തിന് ഒരു UN അവാർഡ് കൊടുക്കണം കേട്ടോ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. ഒരു ഓവർ ബ്രിഡ്ജ് പാലമൊക്കെ കെട്ടിക്കൊടുക്കാൻ നമ്മുടെ MP വിചാരിച്ചാൽ നടക്കൂല എന്നുണ്ടോ? അതോ കാര്യം നടത്തി തരേണ്ടവരുടെ അടുത്ത് പോകുമ്പോൾ താങ്കൾക്ക് മുട്ടയിടിക്കുവോ? അതോ തൊണ്ട കുരുങ്ങുവോ? 15 വർഷമായി താങ്കളെ എത്ര റെയിൽ ഓവർ ബ്രിഡ്ജ് കെട്ടി, എത്ര ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ നടപടികൾ എടുത്തു? ലോകം മുഴുവൻ ചുറ്റി നടന്ന സാറ് നമ്മുടെ സിറ്റി ഒന്ന് നീങ്ങിക്കിട്ടാൻ എത്ര ദുരിതമുണ്ടെന്ന് കാണാറുണ്ടോ? താങ്കൾ എലക്ഷൻ സ്പെഷ്യൽ ബ്രോഷറിൽ വിശാലമായി പറയുന്നുണ്ടല്ലോ സാറേ റെയിൽവേ സൗകര്യങ്ങൾ കൂടിയതിനെ പറ്റി. പലയിടത്തും ഞങ്ങൾ പോയി. ഉദാഹരണം ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ. അവിടെ മൂത്രപ്പുഴയില്ല, നടവഴിയില്ല, പിന്നെ സമയത്തിന് ട്രെയിനുമില്ല. തീർന്നില്ല പൂരം. ശശി തരൂർ സാറ് ലോകം മുഴുവൻ ചുറ്റി നടന്ന് വിശ്വപൗരനായി ജീവിച്ചപ്പോൾ ലോകത്ത് കണ്ട ആധുനിക സൗകര്യങ്ങൾ ഒന്നും ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ സാറേ? ഏതായാലും ഏപ്രിൽ 26-ന് ശേഷം നടു റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചോ കേട്ടോ. ജനം ഓടിച്ചു വിടുമ്പം ഓടി രക്ഷപ്പെടാൻ. ബ്ലോക്ക് ഇല്ലാതെ ഓടണം, വണ്ടി കുരുക്കിൽപ്പെട്ട് തടയരുത്.